ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മരിയൻസ് കിച്ചണിലേക്ക് വേണ്ടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി റൈസാണ്. ബിരിയാണി റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ദം ചെയ്തുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, ചിക്കൻ ആയാലും ബീഫ് ആയാലും ഒക്കെ വെച്ചിട്ട് ആ ഒരു റൈസ് അല്ല, ആ റൈസിൻ്റെ ടേസ്റ്റും അല്ല. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബിരിയാണി റൈസാണ്. ഇതിന് കറികളൊന്നും വേണ്ട, ഒരു സലാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ അങ്ങനെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റൈസിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ബസ്മതി റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. കുറച്ച് മസാല വേണം, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബിരിയാണി ചെയ്യുമ്പോൾ പറയാം. പിന്നെ ഗീ വേണം, 2 അല്ലെങ്കിൽ 3 ഒനിയൻ കട്ട് ചെയ്തത്, 2-3 തക്കാളി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 2 ടേബിൾ സ്പൂൺ വേണം, 4-5 പച്ചമുളക്, ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയത് 1/2 കപ്പ് വേണം, കുറച്ച് ക്യാരറ്റ് വേണം കട്ട് ചെയ്തത്, കുറച്ച് വേപ്പില, ഗരം മസാലപ്പൊടി, വാനില എസൻസ്, ഗാർണിഷിങ്ങിന് വേണ്ടി ഉള്ളി വറുത്തെടുത്തത്, കാഷ്നട്ട്സും റേസിൻസും വറുത്തെടുത്തത്, കുറച്ച് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്, പൈനാപ്പിൾ ചെറുതായി കട്ടെടുത്തത്. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നേരത്തെ ഞാൻ ചുമ്മാ മസാല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനിവിടെ ഒരു 3 തക്കോലം എടുത്തിട്ടുണ്ട്, അത് 2 എണ്ണായാലും കുഴപ്പമില്ല. ഒരു 5-6 ഏലക്കായ വേണം, പിന്നെ ഒരു ജാതിപത്രി വേണം. ജാതിപത്രി ഒരു 2-3 എണ്ണായാലും കുഴപ്പമില്ല, ചെറുത് അല്ലികളായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, അത് എങ്ങനെയായാലും ഒരു 10 എണ്ണം ഉണ്ടാവും. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, പെരുംജീരകം. പിന്നെ ഇതിനകത്തേക്ക് പട്ട വേണം, ഇത് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ മണി വേണം, അത് ഞാൻ എണ്ണീട്ടൊന്നുമല്ല, കുറച്ച് അങ്ങ് എടുത്തേക്കാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള മസാല നമ്മൾ ബിരിയാണിയിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാത്രം ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഞാനിവിടെ 6 kg നെയ്യാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണി വയ്ക്കാൻ ഒന്നില്ലെങ്കിൽ 6 kg നെയ്യ് എടുക്കുക, അല്ലെങ്കിൽ നമ്പീശൻ നെയ്യ് എടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് വേണം ചേർക്കാൻ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത സവോള ഉണ്ടല്ലോ, അത് ഞാൻ 3 എണ്ണമാണ് എടുത്തത്, അതിൽ 2 എണ്ണമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അത് അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്, കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് കാണിച്ചതെങ്കിലും അതിൽ 2 വലുപ്പമുള്ള തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് വഴണ്ടി കിട്ടും. തക്കാളി സവാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതോ അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായ കാരണം അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെയാണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും അതേപോലെ കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മൂടി വെച്ച് വഴറ്റി ഒന്നും എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതായി വന്നു കഴിഞ്ഞാൽ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്, അതൊരു 1/2 കപ്പ്, അതും കൂടി ചേർത്തിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മിനിറ്റോളം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഈ ഗ്രീൻ പീസും അതേപോലെ തന്നെ ക്യാരറ്റെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടുള്ള വെള്ളം അളന്നെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ബിരിയാണി റൈസ് അളന്നെടുത്തത്. 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ്, സെയിം ഗ്ലാസ് ആണ്, 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അതാണ് കറക്റ്റായിട്ടുള്ള കണക്ക്. അപ്പോൾ ഞാനതങ്ങനെ കറക്റ്റായിട്ട് അളന്നിട്ട് അവിടെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നോർമൽ വാട്ടറാണ്, ചൂടായിട്ടുള്ള വാട്ടർ ഒന്നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല റെഡിയായി വരുമ്പോൾ ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തേക്ക്, പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമാണ് അരി ചേർത്ത് വെന്ത് വരുന്ന സമയത്ത് അരിക്കകത്ത് കറക്റ്റ് ലെവലായിട്ടുള്ള ഉപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ എപ്പോഴും ഒരിച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാലാൻ വെച്ച 2 കപ്പ് അരിയാണ്. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബസ്മതി റൈസിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ മസാലകളെല്ലാം ഒരുപാടാണല്ലോ എന്ന്. പക്ഷേ അരി വെന്ത് കറക്റ്റായിട്ട് വരുമ്പോൾ ഈ മസാലകളെല്ലാം കറക്റ്റായിട്ട് വരും. ഇപ്പോൾ വെള്ളത്തിൽ കാണുമ്പോഴാണ് നമുക്ക് മസാല കുറച്ച് അധികമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് വെനില എസൻസ് അതൊരു 1/4 ടീസ്പൂൺ എങ്ങാനും ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം പൈനാപ്പിൾ എസൻസ് ചേർക്കാം. പിന്നെ ഞാനിവിടെ കളർ ചേർക്കുന്നുണ്ട്. ഇവിടെ ഓറഞ്ച് യെല്ലോ കളറാണ് ചേർക്കുന്നത്. അതൊരു ഇച്ചിരി ഡയലൂട്ട് ചെയ്തതാണ് വെള്ളത്തിൽ. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ആയാലും കുറച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ആ ബിരിയാണിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാനാണ് ഇതിങ്ങനെ ചേർക്കുന്നത് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഞാൻ എന്നാ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വയ്ക്കും. അപ്പോഴേക്കും ഈ ചോറും വെള്ളവും കറക്റ്റ് ലെവലായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കും. അതിനുശേഷം തുറന്ന് നോക്കും ഇത് കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഇതിവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിലാണ് ഞാനിതിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചോറ് നന്നായി വെന്തിട്ടുണ്ട്. അതേപോലെ കട്ടയൊന്നും പിടിച്ചിട്ടില്ല. അതേപോലെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. കണ്ടോ, ഇത് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത്. നമുക്കിതിനകത്തോട്ട് ഗാർണിഷിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി വറുത്തത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഉള്ളി വറുത്തത് എപ്പോഴും നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അരിപ്പയിലോ ഇട്ട് കൊടുക്കുക കേട്ടോ. വറുത്ത് കോരണ സമയത്ത് അപ്പോഴാണ് അത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. വേറെ വല്ല പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഇതിനകത്തോട്ട് കശുവണ്ടി ഫ്രൈ ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കുക. കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം, മല്ലിയിലയും ചേർത്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഗാർണിഷുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 1-1.5 മിനിറ്റ് ഒന്ന് ചെറു തീയിലൊന്ന് ഇട്ട് കൊടുക്കണം. മൂടി വെക്കുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ സെയിം മൂടി വെക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് അല്പം വെയിറ്റുള്ള എന്തെങ്കിലും, നമ്മളിപ്പോൾ ദമ്മൊക്കെ ചെയ്യില്ല ആ ഒരു രീതിയിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ വലിയൊരു സ്റ്റീലിൻ്റെ മൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ഒരു കലത്തിൽ വെള്ളമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കുക്കറിൽ എങ്ങാനും വെള്ളമാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കലത്തിൽ വെള്ളമാക്കി കൊടുത്തേക്കാണ്. ഇത് ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ചെറു തീയിലിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിടാം. പിന്നീട് നമ്മൾ ബിരിയാണി എടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വരെ ഇതിങ്ങനെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.